ഓം ശ്രീ സായിരാം. എല്ലാവർക്കും നമസ്കാരം. തത്വബോധം നമുക്ക് തുടർന്ന് നോക്കാം. വാസുദേവേന്ദ്രയോഗീന്ദ്രം നത്വാ ജ്ഞാനപ്രദം ഗുരും മുമുക്ഷൂണാം ഹിതാർത്ഥായ തത്വബോധോഭിധീയതേ. കഴിഞ്ഞ ദിവസം 14 പദങ്ങളുടെ ചെറിയ ഒരു അർത്ഥം, ചെറിയ രീതിയിൽ, വളരെ വിശദീകരിച്ചല്ല, ചെറിയ രീതിയിൽ ഒരു ട്രാൻസ്ലേഷൻ എന്നുള്ള നിലയ്ക്ക് നമ്മൾ നോക്കി. സ്ഥൂല ശരീരം, സൂക്ഷ്മ ശരീരം, കാരണശരീരം, പഞ്ചകോശങ്ങൾ, ജാഗ്രത അവസ്ഥ, സ്വപ്നാവസ്ഥ, സുഷുപ്തി, പിന്നെ സത് ചിത് ആനന്ദം. ഇങ്ങനെയാണ് നോക്കിയത്. നമ്മള് ഇപ്പൊ നോക്കിക്കൊണ്ടിരിക്കുന്ന ഭാഗം ആത്മാവ് എന്നാൽ എന്ത് എന്നുള്ളതാണ് വന്നിട്ടുണ്ടിരിക്കുന്നത്. ആത്മാ കഹ എന്നുള്ളതില്, അതിലെ സ്ഥൂല സൂക്ഷ്മ കാരണ ശരീരാത് വ്യതിരിക്ത എന്നുള്ള ഭാഗത്തിലെ സ്ഥൂല എന്നുള്ള സ്ഥൂല ശരീരം എന്ത് എന്നാണ് ഇനി അടുത്തതായിട്ട് നമുക്ക് അറിയേണ്ടത്. അവിടെ നിന്നാണ് തുടങ്ങേണ്ടത്. അപ്പോ സ്ഥൂല ശരീരം കിം, ഇനി വിശദമായിട്ട് നമ്മൾ നോക്കാൻ പോവാണ് എന്തൊക്കെയാണ് ആ ഘടകങ്ങള്. അപ്പൊ സ്ഥൂല ശരീരം കിം, അതിന് ഗുരുനാഥൻ പറയുന്നത് പഞ്ചീകൃത പഞ്ചമഹാഭൂതൈഹി കൃതം. പഞ്ചീകൃത പഞ്ചമഹാഭൂതൈഹി കൃതം. പിന്നെയോ സത്കർമ്മജന്യം, സത്കർമ്മജന്യം സുഖദുഃഖാദി ഭോഗ ആയതനം, സുഖദുഃഖാദി ഭോഗ ആയതനം ശരീരം. അടുത്തത് പറയുന്നു അസ്തി ജായത്തെ വർത്തത്തെ വിപരിണമത്തെ. അസ്തി ജായത്തെ വർത്തത്തെ വിപരിണമത്തെ. പിന്നെയോ അപക്ഷീയത്തെ വിനശ്യതി. അത്രയും കാര്യങ്ങൾ പറയുന്നുണ്ട്. അസ്തി ജായത്തെ വർത്തത്തെ വിപരിണമത്തെ അപക്ഷീയത്തെ വിനശ്യതി ഇതി ഷഡ്വികാരവത്. ഇതി ഷഡ്വികാരവത് ഏതത് സ്ഥൂല ശരീരം. നല്ല ക്ലിയർ കട്ടായിട്ട് പറഞ്ഞിട്ടുണ്ട്. പഞ്ചീകൃത പഞ്ചമഹാഭൂതൈഹി കൃതം സത്കർമ്മജന്യം സുഖദുഃഖാദി ഭോഗ ആയതനം ശരീരം. അസ്തി ജായത്തെ വർത്തത്തെ വിപരിണമത്തെ അപക്ഷീയത്തെ വിനശ്യതി ഇതി ഷഡ്വികാരവത് ഏതത് സ്ഥൂല ശരീരം. ഇതെന്താണെന്നാണ് നമ്മളിപ്പോ നോക്കാൻ പോകുന്നത്. സ്ഥൂല ശരീരം എന്നാൽ എന്ത്? ശരീരം എന്നാൽ ശീര്യ സ്വഭാവമുള്ളത്, അതായത് നാശം എന്നൊരു സ്വഭാവമുള്ളതാണ് ശരീരം. നാശമുള്ളത്, നശിക്കുന്നത്. ഈ നശിക്കുന്ന ശരീരത്തെ നാശമില്ലാത്തത് എന്ന് വിചാരിക്കുന്നതിന്റെ പേരാണ് മോഹം. എല്ലാവർക്കും അറിയാം, എത്രയോ പേര് മരിക്കുന്നിടത്ത് നമ്മൾ പോകുന്നുണ്ട്, അന്ത്യകർമ്മങ്ങൾക്കൊക്കെ കൂടുന്നുണ്ട്, ധാരാളം. പക്ഷെ നമ്മളും പോവും എന്നൊരു ചിന്ത അങ്ങനെ ഉണ്ടാകാറില്ല, വളരെ ചുരുക്കമായിട്ട് ഉണ്ടാകാറുള്ളൂ. നമ്മളും ഈ അവിടെ നടക്കുന്ന അതേപോലെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കും വന്നു ചേരും എന്ന് ആ സമയത്തൊന്നും ചിന്തിക്കാറേ ഇല്ല. അതുകൊണ്ടാണ് അതിന് മോഹം എന്ന് പറയുന്നത്. ഈ ശരീരത്തെ നാശമില്ലാത്തത് എന്ന് വിചാരിക്കും നമ്മൾ പലപ്പോഴും. അതാണ് ആ മോഹത്തെ ഒരു തരം അറിവില്ലായ്മ എന്നാണ് പറയുന്നത്. അപ്പോ ആദ്യത്തെ ലക്ഷണം ഈ ഗ്രോസ് ബോഡി, അതാണല്ലോ സ്ഥൂല ശരീരം, ഗ്രോസ് ബോഡി. ഇതിനെ കുറിച്ച് പറയുന്നത്, ആദ്യത്തെ ലക്ഷണമായിട്ട് പറയുന്നത് ഇതൊരു ആയതനമാണ് എന്ന് പറയുന്നു. ആയതനം
ഋഗ്വേദത്തിലൊക്കെ പഠിക്കുന്നതാണ്. ആയതനം വേദ എന്ന് പറഞ്ഞ് പഠിക്കാറുണ്ട്. അതിലെ ആയതനം, ആയതനം എന്നാൽ ഇരിപ്പിടം എന്നർത്ഥം. ഒരു സംഭവം ഇരിക്കുന്ന സ്ഥലം. ഇപ്പൊ വീട്, നമ്മളൊക്കെ ഇരിക്കുന്ന സ്ഥലം എവിടെയാ? വീട്. ഒരു സ്ഥാനം എന്നർത്ഥം. എന്തിന്റെ സ്ഥാനമാണ്, എന്തിന്റെ ഇരിപ്പിടമാണ് ഈ ശരീരം? അപ്പൊ പറയുന്നു ഭോഗത്തിന്റെ ഇരിപ്പിടം. ഭോഗത്തിന്റെ ഇരിപ്പിടം. നമ്മൾ അനുഭവിക്കുന്ന സുഖദുഃഖങ്ങളൊക്കെ ഭോഗങ്ങളാണ്. പല ഭോഗങ്ങൾ അനുഭവിക്കുന്നുണ്ട് നമ്മൾ, ഭക്ഷണമായിട്ടും പിന്നെ പഞ്ചേന്ദ്രിയങ്ങളിൽ കൂടി പല പല ഭോഗങ്ങളും അനുഭവിക്കുന്നു. ആ ഭോഗങ്ങളെല്ലാം അനുഭവിക്കുന്നതിന്റെ ഇരിപ്പിടമാണ്. ദേഹത്തിന് വേണ്ടി ഭോഗം, അല്ലെ? ശരീരത്തിന് വേണ്ടിയാണ് ഭോഗങ്ങളെല്ലാം. പഞ്ചേന്ദ്രിയങ്ങൾ സഹിതം എല്ലാം ചെയ്യുന്നത് ഈ ശരീരത്തിന് വേണ്ടിയാണ്. അതായത് അനുഭവങ്ങൾ, അല്ലെ? എല്ലാ അനുഭവങ്ങളും, സുഖം ദുഃഖം അങ്ങനെയുള്ള അനുഭവങ്ങളും, ബാക്കി രസം, നാക്ക് വഴിയുള്ള അനുഭവം, ചെവി വഴിയുള്ള അനുഭവം, കണ്ണു വഴിയുള്ള അനുഭവം, സ്പർശം വഴിയുള്ള അനുഭവം, എല്ലാ അനുഭവങ്ങളും ഉണ്ട്. ഇതിനൊരു ഇരിപ്പിടമുണ്ട്. ഇതൊരു ഇരിപ്പിടത്തിൽ ഇരുന്നുകൊണ്ട് അതാണ് ഈ ഗ്രോസ് ബോഡി. ഇവിടെ ഈ ബോഡിയിൽ ഇരുന്നേ, ഈ ശരീരത്തിൽ ഇരുന്നേ അനുഭവിക്കാൻ പറ്റുകയുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള ഒരു ഇരിപ്പിടമാണ് ഈ ശരീരം. എന്തനുഭവം? സുഖം ദുഃഖം ആദിയായവ, സുഖദുഃഖാദി എന്ന് പറയുന്നു. എല്ലാ അനുഭവങ്ങളും അനുഭവിക്കുന്ന ഒരു ഇരിപ്പിടം. എല്ലാ അനുഭവങ്ങളെയും അനുഭവിക്കുന്ന ഒരു ഇരിപ്പിടമാണ് സ്ഥൂല ശരീരം. ഈ ഇരിപ്പിടത്തിൽ ആരിയ്ക്കുന്നു? ആരാണ് ഇവിടെ ഇരിക്കുന്നത്? ഇവിടെ മനസ്സിലാക്കേണ്ടത് മനസ്സ് എന്ന് മനസ്സിലാക്കണം. ഇവിടെ ഇരിക്കുന്ന ഒരാളാണ് മനസ്സ്. ദേഹത്തിൽ മനസ്സ് ഇരിക്കുന്നു. മനസ്സ് ഇവിടെ ഇരിക്കാൻ കാരണം ഇവിടെ ഇരുന്ന് മാത്രമേ ലോകത്തെ അനുഭവിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് മനസ്സ് ഈ സ്ഥൂല ശരീരത്തിൽ ഇരിക്കുന്നു. സ്ഥൂല ശരീരത്തിൽ ഇരുന്നേ മാത്രമേ മനസ്സിന് ഈ ലോകത്തെ അനുഭവിക്കാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് മനസ്സ് സ്ഥൂല ശരീരത്തിൽ ഇരിക്കുന്നു. ഈ ശരീരം ഇല്ലെങ്കിൽ ചൂട്, തണുപ്പ് ഇങ്ങനെയുള്ളതൊന്നും അനുഭവിക്കാൻ പറ്റില്ല. ആഴ്ന്ന ഉറക്കത്തില് ഇതാണ് സംഭവിക്കുന്നത്, ഒന്നും അറിയുന്നില്ല. അപ്പോ മനസ്സ്, ഈ ഇതിനെ അനുഭവിക്കുന്ന മനസ്സ് അങ്ങ് ലയിച്ചിരിക്കുന്നു, ഒന്നുമില്ലാതെ. ഇന്ദ്രിയങ്ങളിൽ നിന്നൊക്കെ പുറകോട്ട് പോയിട്ട് മിണ്ടാതിരിക്കുന്നു. അപ്പോ അനുഭവം ഇല്ല. നല്ല ഉറക്കത്തിന് ശബ്ദം കേൾക്കുന്നില്ല, ആര് വിളിച്ചാലും കേൾക്കുന്നില്ല. അപ്പോ ശബ്ദം എന്ന് പറഞ്ഞാൽ ആ ഇന്ദ്രിയം അറിയുന്നില്ല, ചെവി അറിയുന്നില്ല, മണം അറിയുന്നില്ല. നല്ല ഉറക്കത്തിൽ മണം അറിയാതെ കണ്ടല്ലേ ചില ആൾക്കാര് AC-യുടെ കംപ്ലൈന്റ് കൊണ്ട്, ഈയിടെ കുറെ മരണങ്ങൾ അങ്ങനെ ഉണ്ടായി. AC ഇട്ടിട്ട് AC-യുടെ കംപ്ലൈന്റ് കൊണ്ട് അതിനകത്ത് നിന്ന് വിഷവാതകം വമിച്ച് അത് ശ്വസിച്ച് മരിക്കുന്നു. അപ്പൊ നമുക്ക് തോന്നുന്നു എന്തേ എണീറ്റ് മാറിപ്പോവാനെന്ന്. അത് അറിയുന്നില്ല. അത് അറിയുന്ന ഒരു ലെവലിലേക്ക് ബോഡിയെ തിരിച്ച് മനസ്സ് വരുമ്പോഴത്തേക്കും ഇത് രക്ഷപ്പെടാൻ പറ്റാത്ത രീതിയിലായി പോകുന്നത് കൊണ്ടാണ്. അപ്പൊ ആ ഗാഠനിദ്രയില് മണം പോലും അറിയുന്നില്ല. സ്പർശം അറിയാറില്ലല്ലോ. എത്രയോ പ്രാവശ്യം ഉരുട്ടി പരട്ടി വിളിച്ചാലും ചിലർ എണീക്കത്തില്ല. എത്ര മേത്ത് തട്ടി വിളിച്ചാലും എണീക്കത്തില്ല. കാരണം ആ സമയത്ത് സ്പർശം അറിയുന്നില്ല. അപ്പോ എല്ലാം കാരണ നിലയില് ലയിച്ചിരിക്കുക. അതാണ് ആദ്യം പറഞ്ഞ എന്ത്? ഭോഗ ആയതനം ശരീരം എന്ന് പറഞ്ഞതിന്റെ സ്ഥൂല ശരീരം എന്നാൽ ആയതനം എന്ന് പറഞ്ഞത്. ഇനി പറയുന്നു പഞ്ചീകൃത മഹാഭൂതൈഹി കൃതം. ഇത് ഓർഡറിലല്ല, അവിടുന്ന് ഇവിടുന്ന് എടുത്താണ് ഗുരുനാഥന്മാര് പറയുക. എന്താ വെച്ചാൽ അങ്ങനെ നമുക്ക് മനസ്സിലാവും. അവിടെ എഴുതിയിരിക്കുന്ന ഓർഡറിൽ പറഞ്ഞാൽ നമുക്കിത് മനസ്സിലാവത്തില്ല. അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വാചകങ്ങൾ എടുത്തിട്ടാണ് പറയുന്നത്. രണ്ടാമതായി പറയുന്നതാണ് പഞ്ചീകൃത മഹാഭൂതൈഹി കൃതം. എന്തുകൊണ്ടാണ് ഈ ശരീരം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്? ആഭരണങ്ങൾ എന്തുകൊണ്ടാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്? സ്വർണം കൊണ്ടുണ്ടാകാം, വെള്ളി കൊണ്ടുണ്ടാകാം, ചെമ്പ് കൊണ്ടുണ്ടാകാം, അല്ലെ? അപ്പോ സ്വർണം കൊണ്ട്, വെള്ളി കൊണ്ട്, ചെമ്പ് കൊണ്ട് എന്ന് പറയുന്ന പോലെ ഈ ശരീരം എന്തുകൊണ്ട് ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നു?
അപ്പൊ പറയാണ് ഈ ഭൂലോകം ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നത് പഞ്ചഭൂതങ്ങളാലാണ്. ലോകം ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നത് പഞ്ചഭൂതങ്ങളാലാണ് ലോകം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. എന്തൊക്കെയാണ് പഞ്ചഭൂതങ്ങള്? ആകാശം, വായു, അഗ്നി, ജലം, ഭൂമി. ഈ പഞ്ചഭൂതങ്ങളെ കൊണ്ടാണ് ലോകം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. നമ്മുടെ ശരീരവും ഈ പഞ്ചഭൂത നിർമ്മിതമാണ്. നമ്മുടെ ശരീരവും ഈ പഞ്ചഭൂത നിർമ്മിതമാണ്. എല്ല്, മാംസം മുതലായവയെല്ലാം പൃഥ്വി തത്വമാണ്. എല്ല്, മാംസം മുതലായവയെല്ലാം പൃഥ്വി തത്വം, അതായത് ഭൂമി തത്വം. രക്തം, വിയർപ്പ്, അങ്ങനെയുള്ള ജലം വരുന്നതെല്ലാം ജലതത്വം. ശരീരത്തിലെ ജലാംശം വരുന്ന കാര്യങ്ങളെല്ലാം ജലതത്വം. ശ്വസനം, അല്ലെ, അകത്തേക്ക് ശ്വാസം എടുക്കുന്നതും വിടുന്നതും ഒക്കെ ശ്വസനം പ്രക്രിയ. അതിനകത്ത് 5 പ്രാണനെയൊക്കെ പറയും, പഞ്ചപ്രാണനെയൊക്കെ പറയും. അത് വായു തത്വം. പിന്നെ ശരീരത്തില് ചൂട് നിലനിൽക്കുന്നുണ്ട് എപ്പോഴും, അല്ലെ? ശരീരം എപ്പോഴും ചൂടുണ്ട്, ശരീരത്തിന് ഒരു ഉഷ്ണമുണ്ട് ശരീരത്തിൽ. അതില്ലെങ്കിൽ എന്താ അതിനർത്ഥം? മരിച്ചു എന്നർത്ഥം. ശരീരം തണുത്താൽ മരിച്ചു എന്നർത്ഥം. ശരീരം ചൂട് കൂടിയാൽ എന്തോ അസുഖമുണ്ട് എന്നും അർത്ഥം. അപ്പൊ ഒരു ചൂട് നിലനിൽക്കുന്നുണ്ട് ശരീരത്തില്. അത് 98.4 എങ്ങനെയാണ്ടാണ് അതിന്റെ ഒരു കണക്ക് പറഞ്ഞിരിക്കുന്നത്. ആ ചൂട് എപ്പോഴും നിലനിൽക്കുന്നു. ഒരു ജനനം തൊട്ടേ നിലനിൽക്കുന്നു, മരണത്തോടു കൂടിയ ചൂടില്ലാണ്ടാവും. അപ്പൊ അങ്ങനെ അത് നമ്മൾ ഉപയോഗിക്കുന്ന സ്പേസ്, നമ്മൾ ഈ ഗ്രോത്ത് ബോഡി ഒരു സ്പേസ് ഉപയോഗിച്ചിട്ടുണ്ട്. ഒരു മുറിക്കകത്ത് കുറെ ആൾക്കാരെ കയറ്റി നിർത്തുന്നു. ആ മുറിക്കകത്ത് ഒരു 50 പേര് കൊള്ളുമെങ്കിൽ 50 പേര് എന്താ ഉപയോഗിച്ചിരിക്കുന്നത്? ആ മുറിക്കകത്തുള്ള സ്പേസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. 51ാമത് ഒരാളെ അതിനകത്ത് കയറ്റാൻ പറ്റത്തില്ല. കാരണം 50 പേര് ആ മുറിക്കകത്ത് സ്പേസ് ഉപയോഗിച്ചിരിക്കും. അപ്പൊ നമ്മളൊരു സ്പേസ് ഉപയോഗിക്കുന്നുണ്ടോ ഇല്ലയോ? ഈ ഭൂമിയിലെ അന്തരീക്ഷത്തിലെ ഒരു സ്പേസ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഇനി മൂക്കിനകത്ത് സ്പേസ് ഉണ്ടല്ലോ, വാക്കകത്ത് സ്പേസ് ഉണ്ട്, ചെവിക്കകത്ത് സ്പേസ് ഉണ്ട്, അന്നനാളത്തിലുണ്ട്, ആമാശയത്തിലുണ്ട്. ഇവിടെ എല്ലാം ഇരിക്കുന്ന ആ കാലിയായ ഭാഗമാണ് ആകാശം. അങ്ങനെ ആകാശത്തെ ഉപയോഗിച്ചിരിക്കുന്നു. അതായത് ഒരു സ്പേസ് നമ്മൾ ഒക്കുപ്പൈ ചെയ്തിരിക്കുന്നു. ഇത് പലർക്കും സംശയമുള്ള ഒരു കാര്യമാണ്. എങ്ങനെയാണ് ആകാശം? ബാക്കി 4 മനസ്സിലാവും, ആകാശം എന്താണെന്ന്. അത് നമ്മളൊരു സ്പേസ് ഒക്കുപ്പൈ ചെയ്തിട്ടുണ്ടല്ലോ. അതുകൊണ്ടാണ് അയാൾ പോയി എന്ന് പറയുന്നത്, അല്ലേ? ആള് പോയി കഴിഞ്ഞാൽ സ്ഥലം ഉണ്ടല്ലോ അവിടെ. ശരീരം പോയി. അപ്പൊ ശരീരം ഉണ്ടായിരുന്നപ്പോ ഒരു സ്ഥലം എടുത്തിട്ടുണ്ടായിരുന്നല്ലോ, അത് പോയി. എല്ലാ മരങ്ങൾ നിൽക്കുമ്പോൾ ഒരു സ്പേസ് മരം ഉപയോഗിക്കുന്നില്ലേ? ആ മരം നശിച്ചു കഴിഞ്ഞാലോ ആ സ്പേസിനോട് ചേർന്നു. അതേപോലെ തന്നെയാണ് ശരീരത്തിന്റെ കാര്യവും. അപ്പൊ സ്ഥലം കാലിയായി എന്ന് പറയില്ലേ, ആള് സ്ഥലം കാലിയാക്കി എന്ന് പറയും. ഒരു സാധാരണ നാടൻ ഭാഷയിൽ അങ്ങേര് സ്ഥലം കാലിയാക്കി പോയി എന്ന് പറയും. ഇതൊക്കെ അതിന്റെ ഈ ആകാശം എങ്ങനെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നു എന്നുള്ളതിന്റെ കാര്യങ്ങളാണ്. ശരീരത്തിനകത്തും ആകാശമുണ്ട്, നമ്മൾ ഈ ഒക്കുപ്പൈ ധരിക്കുന്ന സ്ഥലവും പുറത്തുള്ളതും ആകാശമുണ്ട്. മരണശേഷം ശരീരം തിരിച്ച് ഈ 5 ഭൂതങ്ങളിലേക്ക് ലയിക്കും. അത് ഏത് തരം സംസ്കാരം നടത്തിയാലും ഈ 5 ലയിക്കുന്നത്. ഈ പഞ്ചഭൂതങ്ങൾ ആദ്യം സൂക്ഷ്മ നിലയിലാണ് ഉള്ളത്. ആദ്യം സൃഷ്ടിയുടെ ക്രമം അനുസരിച്ച് നോക്കുമ്പോൾ സൂക്ഷ്മ നിലയിൽ ആയിരുന്നു എന്ന് ശാസ്ത്രം പറയും. പിന്നീട് സ്ഥൂലാവസ്ഥയെ പ്രാപിക്കുന്നുണ്ട്. ഈ സൂക്ഷ്മഭൂതങ്ങളിൽ നിന്ന്, ഈ പഞ്ചഭൂതങ്ങൾ തന്നെ അവരുടെ സൂക്ഷ്മാവസ്ഥയിൽ നിന്നാണ് പിന്നെ കാണുന്ന രൂപത്തിലുള്ള പഞ്ചമഹാഭൂതങ്ങളായി മാറുന്നത്. സ്ഥൂലാവസ്ഥയെ പ്രാപിക്കുന്നു. അപ്പൊ ഏത് സൃഷ്ടിക്കും കാരണം ഏത് സൃഷ്ടിക്കും കാരണം സൂക്ഷ്മം, സ്ഥൂലം, ഇത് രണ്ടുമുണ്ട്. സൂക്ഷ്മം ഉണ്ടാവും, ആ സൂക്ഷ്മത്തിൽ നിന്നേ സ്ഥൂലം ഉണ്ടാവുകയും. അങ്ങനെയാണ് പ്രകൃതിയിൽ സൃഷ്ടി നടന്നിരിക്കുന്നത്. പഞ്ചമഹാഭൂതങ്ങളുടെ സ്ഥൂല അവസ്ഥ, സൂക്ഷ്മ അവസ്ഥയിൽ നിന്നാണ് സ്ഥൂല അവസ്ഥ ഉണ്ടായിരിക്കുന്നത്. അപ്പോ ഒരു വസ്തു പ്രകടമാകുമ്പോൾ അതിനെ സ്ഥൂലം എന്ന് പറയും. ഒരു വസ്തു
പ്രകടമായി വരുമ്പോൾ അതിനെ സ്ഥൂലം എന്ന് പറയും. ഈ സ്ഥൂല നിലയുടെ വേറെ പേരാണ് പഞ്ചീകൃതം എന്ന്. അത് നമുക്ക് വിശദമായിട്ട് പിന്നീട് പഠിക്കാം. ഒരു വാക്ക് മാത്രം ഓർത്തിരിക്കുക, പഞ്ചീകൃതം. പഞ്ചീകൃതമാകുമ്പോഴാണ് സ്ഥൂല അവസ്ഥ വരുന്നത്. അതായത് പഞ്ചീകൃതമായി എന്ന് പറയുമ്പോൾ സ്ഥൂലമായി എന്ന് മാത്രം ഇപ്പൊ തൽക്കാലം മനസ്സിലാക്കിയാൽ മതി. അതിന്റെ വിശദാംശങ്ങളൊക്കെ പിന്നീട് നമ്മൾ പഠിക്കും. എന്താണ് പഞ്ചീകൃതം, എങ്ങനെയാണ് പഞ്ചീകൃതം ആകുന്നത്, എന്തൊക്കെയാണ് അതിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ പിന്നീട് വിശദമായി പഠിക്കേണ്ട ഒരു കാര്യമാണ്. തൽക്കാലം സ്ഥൂലമായിട്ടുള്ള മാറ്റത്തെയാണ് പഞ്ചീകൃതമായി മാറുക എന്ന് പറയുന്നത്. പിന്നെ പറയുന്നു മൂന്നാമതായിട്ട് സത്കർമ്മജന്യം. അങ്ങനൊരു വാക്കുണ്ടല്ലോ, സത്കർമ്മജന്യം, അതിനകത്തുണ്ട്. അതായത് പഞ്ചീകൃത പഞ്ചമുഖ മഹാഭൂതൈഹീകൃതം, പിന്നെ സൽക്കർമ്മജന്യം എന്നൊരു. എന്താണ് സത്കർമ്മജന്യം? എണ്ണമറ്റ ശരീരങ്ങൾ നമ്മൾ കാണുന്നുണ്ട് അല്ലേ? നമ്മൾ നോക്കുമ്പോൾ എണ്ണമറ്റ ശരീരങ്ങളാണ് നമ്മൾ കാണുന്നത്. എല്ലാം ഒരുപോലെയാണോ വെവ്വേറെയാണോ? ഓരോന്നും ഓരോ പോലെ, ഓരോന്നും ഓരോ പോലെ. ഭയങ്കര ഡൈവേഴ്സിറ്റി, മാറി 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 ഒന്നുപോലെ ഒന്ന് കാണാനേ പറ്റില്ല. അതിൽ തന്നെ ജനിക്കുമ്പോ തന്നെ അസുഖത്തോടു കൂടി ജനിക്കുന്ന കുഞ്ഞുങ്ങള്, കുറച്ച് കഴിയുമ്പോൾ അസുഖം വരുന്നവര്, യൗവനാവസ്ഥയിൽ അസുഖം വരുന്നവര്, വാർദ്ധക്യത്തിൽ അസുഖം വരുന്നവര്, ഇങ്ങനെ ഒന്നും പറയാൻ പറ്റത്തില്ല. എന്തൊക്കെ തരത്തിലാണെന്ന് ഒന്നും പറയാൻ പറ്റില്ല. ഇനി അസുഖം പോട്ടെ, അംഗവൈകല്യത്തോടു കൂടെ ചിലർ ജനിക്കുന്നത് തന്നെ അംഗവൈകല്യത്തോടു കൂടെ. അതെങ്ങനെ അങ്ങനെ സംഭവിക്കണേ അല്ലേ? അംഗവൈകല്യത്തോടു കൂടി തന്നെ ചിലർ ജനിക്കുന്നു. ഇതിനെന്താണ് കാരണം? ഒരു ചിന്ത നമ്മുടെ ഉള്ളിൽ ഉണ്ടാകാം. അപ്പോ അതിന് ശാസ്ത്രം പറയുന്ന മറുപടിയുണ്ട്. ഡോക്ടർമാര് വേറെ പലതും പറയുമായിരിക്കും, സയൻസ് വേറെ പലതും പറയുമായിരിക്കാം. നമ്മൾ സയൻസിലല്ല വിശ്വസിക്കുന്നത്, നമ്മൾ ശാസ്ത്രത്തിൽ വിശ്വസിക്കുന്നു. ശാസ്ത്രം പറയുന്നു ഓരോരുത്തർക്കും അവരുടെ കർമ്മഫലം അനുസരിച്ചാണ് സ്ഥൂല ശരീരം കിട്ടുന്നത്. കഴിഞ്ഞ ജന്മങ്ങളിലെ കർമ്മങ്ങളുടെ ഫലമനുസരിച്ചാണ് ശരീരം, സ്ഥൂല ശരീരം ലഭിക്കുന്നത്. ധർമ്മ അധർമ്മ പ്രവൃത്തികളുടെ ഫലം, ധർമാധർമ്മ പ്രവൃത്തികളുടെ ഫലം. അതിപ്പോ ഇതുപോലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരാള് കഷ്ടപ്പെട്ട് ഒരു 10, 18, 19 വയസ്സിൽ തന്നെ ജോലിക്ക് കയറി എവിടെയെങ്കിലുമൊക്കെ അധ്വാനിച്ച് കുറെ കാലം അധ്വാനിച്ച് അയാള് ഒരു 10, 30 വയസ്സാകുമ്പോ, ഒരു 35 വയസ്സാകുമ്പോഴോ മറ്റേ ഒരു വീട് വെക്കുന്നു. അപ്പോൾ എത്ര വർഷത്തെ പരിശ്രമമാണ് ആ വീട് വെക്കാനുള്ള സമ്പാദ്യം? കുറേ വർഷങ്ങൾ കഠിനാധ്വാനം ചെയ്തിട്ടാണ് പൈസ ഉണ്ടാക്കിയിട്ട് ചെയ്ത്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ആ വീട് എന്താണ്? വീട് അധ്വാനത്തിന്റെ ഫലം അല്ലെ? വീട് അധ്വാനത്തിന്റെ ഫലം. ഇനി ആ വീടിന്റെ വലിപ്പം, ആ വീടിനകത്തുള്ള സൗകര്യങ്ങള്, അങ്ങനെ പല പല കാര്യങ്ങളും, അതിന്റെ ഭംഗി, അതിനകത്ത് ഉപയോഗിക്കുന്ന കോസ്റ്റ്ലി ആയിട്ടുള്ള കാര്യങ്ങള്, ലക്ഷറി ഐറ്റങ്ങള്, ഇതൊക്കെ എന്തിനെ ആശ്രയിച്ചായിരിക്കുക? അദ്ദേഹം എത്രമാത്രം അധ്വാനിച്ച് അതിന്റെ ഫലം എത്രമാത്രം കിട്ടിയിട്ടുണ്ടോ, അത് സമ്പത്തായിട്ട് എത്രമാത്രം അങ്ങേരുടെ കയ്യിൽ ഉണ്ടോ, അതനുസരിച്ചാണല്ലോ ആ വീടിന്റെ അകത്തുള്ള എല്ലാ സംവിധാനങ്ങളും, വീടിന്റെ വലിപ്പവും മുറികളുടെ എണ്ണവും എല്ലാം വരുന്നത്. അപ്പോ എത്രത്തോളം അധ്വാനിച്ച് ഫലം കിട്ടിയിട്ടുണ്ടോ അത്രത്തോളം അതിനകത്തും കാണും. ഇതുപോലെ തന്നെയാണ് ഈ ജന്മത്തില് ഒരു ശരീരത്തിൽ വസിക്കുന്ന ജീവാത്മ തൻ്റെ നേരത്തെയുള്ള കർമ്മത്തിൽ എന്തെല്ലാം ഐശ്വര്യം സമ്പാദിച്ചിട്ടുണ്ടോ അതനുസരിച്ചായിരിക്കും ഇപ്പോൾ കിട്ടുന്ന ഈ ശരീരം. വ്യക്തമായി എന്ന് വിചാരിക്കുന്നു. കഴിഞ്ഞ ജന്മങ്ങളാണ് ഇവിടെ അധ്വാനിക്കുന്ന സമയം എന്ന് പറയുന്നത്. എത്രയോ ജന്മങ്ങൾ. ആ ജന്മങ്ങളിൽ ചെയ്ത പ്രവൃത്തികളുടെ ഫലമാണ് ഇപ്പോൾ ഈ ശരീരമായിട്ട് വരുമ്പോൾ ലഭിക്കുന്നത്. അപ്പോ നല്ല നല്ല കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലോ
നല്ല നല്ല രീതിയിലുള്ള ശരീരത്തോടെ ജനിക്കും. കാരണം ഇപ്പൊ നമ്മള് കുറ്റം പറയും ചിലപ്പോ, എന്ത് ചെയ്തിട്ടാണ് ഇങ്ങനെ എന്ന്, അല്ലെ? ഒരു കുട്ടി ഉണ്ടാവുമ്പോ നോർമലി നമ്മളൊക്കെ പറയുന്നത്, ആ കൊച്ചെന്ത് ചെയ്തു, എന്ത് മഹാപാപം ചെയ്തിട്ടാണ് ഇങ്ങനെ അംഗവൈകല്യത്തോടു കൂടി ജനിച്ചിരിക്കുന്നത്? അതിന് ശാസ്ത്രത്തിന് വ്യക്തമായ മറുപടിയുണ്ട്, വേദങ്ങൾക്ക് അതിന് മറുപടിയുണ്ട്. ആ ആത്മാ, ആ ജീവാത്മാ, ആ ശരീരത്തിലിരിക്കുന്ന ജീവാത്മാ അതിൻ്റെ കഴിഞ്ഞ ജന്മങ്ങളിൽ ചെയ്ത മഹാപാപത്തിന്റെ ഫലമായിട്ടാണ് ഇപ്പോൾ ഈ ശരീരം പൂർണ്ണതയല്ലാത്ത രീതിയിൽ ലഭിച്ചിരിക്കുന്നത്. ഇതിന് ഒരു പൂർവജന്മ രഹസ്യങ്ങളെ കുറിച്ച് പറയുന്ന ഒരു പുസ്തകം, വളരെ പ്രശസ്തമായിട്ട്, എൻ്റെ പേര് ഞാൻ മറന്നുപോയി. അതില് ഒരു കുട്ടിയുടെ ഒരുപാട് ജന്മങ്ങളെ കുറിച്ച് ഒരു ഡോക്ടർ, ഫോറിനിലൊരു ഡോക്ടർ ഹിപ്നോട്ടൈസ് ചെയ്തിട്ട് ആ കുട്ടി പറയുന്നുണ്ട്. ആ കുട്ടിയുടെ ഒരു അസുഖം പ്രമാണിച്ച് ഡോക്ടർമാരെ കണ്ട് അങ്ങനെ വന്നൊരു ഹിപ്നോട്ടൈസ് ചെയ്യുന്ന ഒരാളുടെ അടുത്ത് എത്തിയതാണ്, അതിന്റെ രോഗം മാറാതെ അതിനെക്കുറിച്ചുള്ള ശരിയായിട്ടുള്ള കാര്യം കണ്ടുപിടിക്കാനായിട്ട്. അങ്ങനെ വന്ന് ഹിപ്നോട്ടൈസ് ചെയ്യപ്പോഴാണ് അറിഞ്ഞത് മെനി ലൈഫ്സ് ആൻഡ് മെനി ബർത്ത് മെനി ബോഡി എന്നോ അങ്ങനെ ഒരു പേര് ഞാൻ മറന്നുപോയി, അടുത്ത ദിവസം പറയാം. അപ്പോ വളരെ ലോകത്തിലെ ഏറ്റവും അധികം വിറ്റഴിക്കപ്പെട്ട ഒരു പുസ്തകം. അപ്പൊ അതിനകത്ത് എത്രയോ ജന്മങ്ങളുടെ കഥ ആ കുട്ടി പറയുകയാണ്. ഞാൻ ഇന്നിടത്ത് ഇന്ന ആളായിരുന്നു, അവിടെ ഇന്ന രീതിയിലായിരുന്നു, അങ്ങനെ പറഞ്ഞു വന്നിട്ട് അതിനകത്ത് ഏതോ ഒരു ജന്മത്തിലെ ഒരു സംഭവമാണ് ആ കുട്ടിയുടെ ഇപ്പോഴത്തെ അസുഖത്തിന്റെ പുറകിലുള്ള രഹസ്യം എന്നവർ കണ്ടുപിടിക്കുന്നതായിട്ട്. അതൊരു റിയൽ ആയിട്ട് നടന്നതാണ്, ഒരുപാട് പഴക്കമൊന്നുമില്ല, കുറച്ചു കാലത്തിനിടയ്ക്കാണ് പുസ്തകം ഇറങ്ങിയതൊക്കെ. എന്റെ അടുത്ത ദിവസം ഞാൻ ഇതിന്റെ കറക്റ്റ് പേര് പറയപ്പോ മറന്നുപോയി. അപ്പോ ഏത് ശരീരം കിട്ടിയാലും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അവനവന്റെ സമ്പാദ്യം തന്നെയാണ്, വേറെ ആരുടെ സമ്പാദ്യമല്ല, അവനവന്റെ സമ്പാദ്യം തന്നെയാണ് അത്. പൂർവിക സമ്പാദ്യം തലമുറകൾ നശിപ്പിക്കുന്ന നമ്മൾ കാണാറുണ്ട്, അല്ലേ? പൂർവികമായിട്ട് കിട്ടിയ സമ്പാദ്യം തലമുറകൾ നശിപ്പിക്കും, അത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതുപോലെ നേരത്തെ ചെയ്ത സൽപ്രവൃത്തികളാൽ ഇപ്പോൾ നല്ല ശരീരം ലഭിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ ഈ ജന്മത്തിലെ നമ്മളുടെ കൊള്ളരുതായ്മ കൊണ്ട് നമ്മൾ നശിപ്പിക്കാറുണ്ട്. എങ്ങനെയാണ്? അമിതമായ ആസക്തിയോടുകൂടിയുള്ള ഭക്ഷണക്രമത്തിൽ കൂടി പോലും നമ്മൾ എന്ത് ചെയ്യും? ഇപ്പോ നല്ല രീതിയിൽ ഈശ്വരൻ തന്ന നമ്മുടെ പ്രവർത്തനങ്ങളുടെ ഫലമായി നമുക്ക് കിട്ടിയ നല്ലൊരു ശരീരത്തെ നമ്മുടെ അനാസ്ഥ കൊണ്ട്, നമ്മുടെ ജീവിത രീതിയിലുള്ള മോശമായ കാര്യങ്ങൾ കൊണ്ട് നമ്മൾ തന്നെ കേടുവരുത്തുന്നില്ലേ? അപ്പൊ നമ്മൾ തന്നെ നശിപ്പിക്കുന്നുണ്ട്. തിന്നാൻ പാടില്ലാത്തത് തിന്നാണ് നശിപ്പിക്കുന്നത് ഏറ്റവും കൂടുതൽ. അപ്പോ സത്കർമ്മജന്യം എന്നാൽ മനുഷ്യ ശരീരം ലഭിക്കൽ എന്നാണ് അർത്ഥം. അതാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്. ഏറ്റവും പുണ്യമായിട്ടുള്ള, ഏറ്റവും മേന്മയേറിയ മനുഷ്യ ശരീരം ലഭിക്കൽ ആണ് സത്കർമ്മജന്യം. സത്കർമ്മത്തിൽ കൂടെ കിട്ടുള്ളൂ മനുഷ്യ ശരീരം, സംശയമില്ല. അപ്പൊ സത്കർമ്മജന്യമാണ് മനുഷ്യ ശരീരം. നമുക്ക് ഒരുപാട് ജന്മങ്ങളിലെ കർമ്മഫലം നമുക്ക് അനുഭവിക്കാൻ കാണും. ജസ്റ്റ് ഇമ്മീഡിയറ്റ് പുറകിലുള്ളത് മാത്രമല്ല, എത്രയോ ജന്മങ്ങളിലെ കർമ്മഫലം അനുഭവിക്കാൻ കാണും. കാരണം ഇപ്പൊ നമ്മള് ഒരു ചെറിയ ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പൊ നമ്മള് കുറെ അധർമ്മമായിട്ട് ജീവിക്കുന്നു, കുറെ കാലം അധർമ്മമായിട്ട് ജീവിക്കുന്നു. അതിന്റെ ഫലം അനുഭവിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. പക്ഷെ ഒരു മനുഷ്യന് കിട്ടുന്ന ലൈഫ് സ്പാൻ എത്രയാ? മാക്സിമം 90-100 വയസ്സ്, അതിൽ കൂടുതൽ ആർക്കും കിട്ടാറില്ലല്ലോ. ഈ പീരീഡിനകത്ത് കഴിച്ച് തീർക്കാൻ പറ്റാത്ത അത്രയും മോശം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മുന്നോട്ട് പോയാലേ പറ്റുള്ളൂ. അതേപോലെ സൽക്കർമ്മങ്ങളും ഉണ്ടാവുമല്ലോ. അപ്പോ നല്ല കർമ്മങ്ങൾ ചെയ്തതിന്റെ ഒരുപാട് സുഖം അനുഭവിക്കാനുണ്ട്. അതും ചിലപ്പോ ഈ ജന്മം കൊണ്ട് തീർന്നു കാണില്ല. അങ്ങനെ ബാലൻസ് എന്തായാലും ഉണ്ടാവും. ആ ബാലൻസ് ആകാണ് ഈ പ്രാരബ്ധ കർമ്മമായിട്ട് വരുന്നത്. പ്രാരബ്ധ കർമ്മം അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ സഞ്ചിത കർമ്മം ഉണ്ടാവും, പുതിയതായിട്ട് ചെയ്ത കർമ്മങ്ങളുടെ സഞ്ചിതാവസ്ഥ. ഈ സഞ്ചിതം അടുത്തതിൽ പ്രാരബ്ധമായി വരും. ഇങ്ങനെ
ഇത് ഒരു സൈക്കിളായിട്ട് പോകുന്നു. ഈ സൈക്കിളിൽ നിന്ന് രക്ഷപ്പെടാനാണ് ജ്ഞാനം. ഇതിൽ നിന്ന് രക്ഷപ്പെടാനാണല്ലോ ജ്ഞാനം സമ്പാദിക്കാൻ മോക്ഷം വേണമെന്നൊക്കെ പറയണം. എന്തിനാ? ഈ ശരീരം, ഗ്രോസ് ബോഡി, സൂക്ഷ്മ ശരീരത്തെ കുറിച്ച് പഠിക്കും. ഇതൊന്നും ഉണ്ടാകാതിരിക്കാനാണ്. അപ്പോ ഈ ജന്മത്തിന് കുറച്ച് കാര്യങ്ങളെ വെളിപ്പെടുന്നുള്ളൂ. കഴിഞ്ഞ എത്രയോ ജന്മങ്ങളിലെ കുറച്ച് കാര്യങ്ങളെ ഈ ജന്മത്തിൽ വെളിപ്പെടുന്നുള്ളൂ. അതില് പാപവും പുണ്യവും ഏകദേശം ഒരുപോലെ ആവുമ്പോഴാണ് മനുഷ്യജന്മം ലഭിക്കുന്നത് എന്ന് ശാസ്ത്രം പറയുന്നത്. ഏതാണ്ട് കറക്റ്റ് 50-50 അല്ല, ഏതാണ്ടൊക്കെ ഒരുപോലെ ആയിരിക്കുമ്പോഴാണ് മനുഷ്യ ശരീരം കിട്ടുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ സുഖവും ദുഃഖവും മാറി 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 വരുന്നത്. എല്ലാവർക്കും ഉണ്ട് ദുഃഖം, എല്ലാവർക്കും ഉണ്ട് സുഖം, ഇല്ലെന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ നമുക്ക് ചിലപ്പോൾ ചില പാവപ്പെട്ട ആൾക്കാരെ കാണുമ്പോൾ നമുക്ക് തോന്നും, ഓ അവർക്കൊന്നും ഒരു സുഖമില്ലെന്ന്. ചുമ്മാ വിചാരിക്കുന്ന അവര് സുഖമായിട്ട് കിടന്നുറങ്ങും. അവർക്ക് കിട്ടുന്ന സുഖങ്ങൾ ഒരുപാടുണ്ട് അവരനുഭവിക്കുന്നത്. നമുക്കത് സുഖമല്ല നമ്മൾ കാണുമ്പോൾ. അതേമാതിരി നമ്മൾ ഭയങ്കര സുഖമാണെന്ന് വിചാരിക്കുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം അത് സുഖമൊന്നുമല്ല. അവരുടെ എല്ലാം സ്റ്റാൻഡേർഡ് എല്ലാവരുടെ വേറെ പറയാം. ചേരികളിൽ ജീവിക്കുന്നവർക്ക് അവർക്ക് സുഖമില്ലേ? അവർക്ക് അവരുടേതായ ലെവലുകളിൽ അവർക്ക് സുഖമുണ്ട്. നല്ല സുഖത്തോടുകൂടി അവർ ജീവിക്കുന്നുണ്ട് അവരുടെ ലെവലിൽ. നമ്മൾ കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഒരാളുടെ സുഖം ഒരാൾക്കും കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഓരോ മനസ്സിനും സുഖം ഓരോ രീതിയിലാണ്. അതിൽ കമ്പാരിസൺ ഒന്നുമില്ല. കമ്പയർ ചെയ്യുമ്പോഴാണ് നമ്മൾ അസ്വസ്ഥരാകുന്നത്. കമ്പാരിസൺ കൊണ്ട് നമ്മുടെ സുഖം പോകും. നമ്മളിപ്പോ സുഖമായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴാണ് വേറെ അടുത്ത വീട്ടിലൊരാൾക്ക് എന്തെങ്കിലും ഐശ്വര്യം വരുന്നത് കാണുന്നത്. നമ്മുടെ സിറ്റുവേഷനിൽ മാറ്റമൊന്നുമില്ല. അവിടെ നമ്മൾ സുഖമായിട്ടിരിക്കുകയായിരുന്നു, സന്തോഷമായിട്ടിരിക്കുകയായിരുന്നു. അപ്പുറത്തെ ഐശ്വര്യം വരുന്നത് കാണുമ്പോൾ എന്തായി? നമ്മുടെ സുഖം പോയി. അപ്പൊ എന്താണ് സംഭവം? ആ സുഖത്തിലേക്ക് നമ്മുടെ മനസ്സിനെ കമ്പയർ ചെയ്യിക്കാൻ കൊണ്ടുപോകും. അവര് ഭയങ്കര സുഖത്തിലായിരിക്കണേ എന്നൊരു തോന്നല് വരിക. അപ്പൊ നമ്മുടെ സുഖം പോയില്ലേ? എത്രയോ ഉണ്ട്. ഇങ്ങനെയൊക്കെ നമ്മുടെ ഓഫീസുകളിലൊക്കെ നേരിട്ട് നമ്മൾ അനുഭവിച്ചിട്ടുണ്ട്. ഒരിക്കൽ ഒരു ആള് ട്രാൻസ്ഫർ ആയിട്ട് വന്നു. അവര് ചോദിച്ച സ്ഥലമായിരുന്നു നമ്മുടെ ഓഫീസ്, ഞാൻ വർക്ക് ചെയ്യുന്ന ഓഫീസ്. ഒരു താല്പര്യത്തോടുകൂടി വന്നൊരു സ്ഥലം. അവർ വളരെ സന്തോഷമായിട്ടിരിക്കുന്നു. കുറച്ച് ദൂരെ നിന്നാണ് വന്നത്. വളരെ ഹാപ്പി ആയിട്ടിരുന്നു. ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ അവരുടെ കൂട്ടത്തില് പണ്ട് ജോലി ചെയ്തിരുന്നൊരു ആളുണ്ടായിരുന്നു. ഇവർക്ക് ട്രാൻസ്ഫർ കിട്ടി വന്നപ്പോ അവര് അവിടെ തന്നെ ഉണ്ടായിരുന്നു. ഇവരിവിടെ വന്നൊരു 2-3 മാസം കഴിഞ്ഞപ്പോ ആ കക്ഷിക്ക് അവരാഗ്രഹിച്ച സ്ഥലത്ത് തന്നെ പോസ്റ്റിംഗ് കിട്ടി. അന്നു മുതൽ ഇവിടെ നമ്മുടെ കൂടെ ഇരുന്ന ആൾക്ക് അസുഖങ്ങൾ തുടങ്ങി. ഭയങ്കര അസുഖം, എന്നും തലവേദന, എന്നും വയറ്റുവേദന, ഭയങ്കര പ്രശ്നങ്ങൾ. ഡോക്ടറെ കാണുന്നു, അത് കാണുന്നു, ഇത് കാണുന്നു, എല്ലാം കാണുന്നു. ഇവരുടെ സിറ്റുവേഷനിൽ ഒരു മാറ്റവും വന്നിട്ടില്ല. ഇവരിവിടെ തന്നെയാ, ഒരു പ്രശ്നമില്ല. ഇവര് ഹാപ്പി ആയിട്ട് വന്നതാണ്, ചോദിച്ചു മേടിച്ചു വന്ന സ്ഥലമാണ്. പക്ഷേ മറ്റേ ആൾക്ക് അവർക്ക് വളരെ ഫേവറബിൾ ആയിട്ട് അവരുടെ നാട്ടിൽ തന്നെ അവർക്ക് കിട്ടി. അതാണ് ഇവർക്ക് ഉണ്ടായ വിഷമം. ഈ മാനസിക വിഷമം കൊണ്ട് ഇവരുടെ ശാരീരിക വിഷമം തുടങ്ങി. അവസാനം കുറെ നാള് ചികിത്സയും എല്ലാമായി, കരച്ചിലും വീഴ്ചയിലും മുകളൊക്കെ ആയി തിരിച്ച് 6 മാസം കഴിഞ്ഞപ്പോ അവർക്ക് ഈ പറഞ്ഞ മറ്റേ കക്ഷി വന്ന സ്ഥലത്ത് തന്നെ ഇവർക്കും കൊടുത്തു. അപ്പൊ എന്തുണ്ടായി അവിടെ? ശരിക്കും പറഞ്ഞാൽ വേറൊരാൾക്ക് ഒരു സൗകര്യം കിട്ടിയപ്പോ നമുക്ക് അസുഖം തുടങ്ങി. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ സാധാരണ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ഒരു പ്രശ്നവും നമുക്ക് കാണില്ല. നമ്മുടെ സാഹചര്യങ്ങളും നല്ലതായിരിക്കും, എല്ലാം നല്ലതായിരിക്കും. നമ്മൾ സുഖമായിട്ടിരിക്കുന്ന അവസ്ഥയിലാണ് അപ്പുറത്താണ് നമ്മൾ കാണുന്നത്. വേറൊരാളുടെ ജീവിതത്തെ കാണുന്നു, അതിലോട്ട് ശ്രദ്ധ പോകുന്നു. അപ്പൊ നമുക്ക് ഇവിടെ വിഷമം തുടങ്ങും. വല്ല കാര്യമുണ്ടോ? ഒരു കാര്യവുമില്ല. എന്തെങ്കിലും മാറ്റം വരുമോ? ഒരു മാറ്റവും വരത്തില്ല. അസുഖം എന്താ വെച്ചാൽ നമുക്ക് അനുഭവിക്കേണ്ടത് നമ്മൾ അനുഭവിച്ചേ തീരൂ. നമ്മുടെ കർമ്മഫലം നമ്മുടെ കൂടെ ഉണ്ട്, മാല കഴുത്തി കിടപ്പുണ്ട്. ഒരു തരത്തിൽ അത് കളയാൻ പറ്റില്ല. ഈശ്വരഭജനത്തിൽ കൂടി അല്ലാതെ, ഈശ്വരഭജനത്തിൽ കൂടി മാത്രമേ അതിനെന്തെങ്കിലും മാറ്റം വരുത്താൻ പറ്റൂ. അപ്പോ കർമ്മഫലം ഒരു വലിയ ഒരു സംഗതിയാണ്. ഈ ലോകത്തെ നിലനിർത്തുന്നത് അതാണ്. അതുകൊണ്ടാണ് എല്ലാ തരത്തിലുള്ള ആൾക്കാരും ഇവിടെ ഉള്ളത്. ഈ ഡൈവേഴ്സിറ്റി ഒരിക്കലും മാറില്ല. അതാണ് ഈശ്വരന്റെ ആ നിയമത്തിന്റെ പ്രത്യേകത. കർമ്മഫലം എന്ന് പറഞ്ഞൊരു സംഭവമാണ് ലോകത്തെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. അതിങ്ങനെ മാറി 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 എല്ലാ ടൈപ്പ് ഓഫ് ആൾക്കാർ എത്ര കാലം കഴിഞ്ഞാലും പിന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കും. എല്ലാ തരം ആൾക്കാരും ഉണ്ടാവും. പ്രബുദ്ധരായവരുണ്ടാവും, നല്ല ബുദ്ധിശക്തിയുള്ളവരുണ്ടാവും, നല്ല നല്ല സയന്റിസ്റ്റുമാരുണ്ടാവും, IT പ്രൊഫഷണൽസ് ഉണ്ടാവും, തീരെ പാവപ്പെട്ടവരുണ്ടാവും, ഏത് തരം ജോലിയും ചെയ്യുന്ന ആൾക്കാരുണ്ടാവും,
സേവകരായിട്ട് ജോലി ചെയ്യുന്നവരുണ്ടാവും, ഒരു ക്ലാസ്സിനെ സേവിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ എപ്പോഴും ഉണ്ടാവും. അതില്ലാതിരിക്കാൻ പറ്റില്ല, അതെപ്പോഴും ഉണ്ടാവും. ഇതിങ്ങനെ സപ്തരജതമോ ഗുണങ്ങള് ആണ് സൃഷ്ടിയുടെ പ്രത്യേകത. സപ്തരജമുള്ളവർ ധാരാളം ഉണ്ടാവും, രജോ ഗുണമുള്ളവരുണ്ടാവും, തമോ ഗുണമുള്ളവരുണ്ടാവും. ഇത് 3 പേര് ഇവിടെ കൂടിയേ തീരൂ. സൃഷ്ടിയുടെ നിയമമാണ് ഇത്. 3 ക്ലാസ് ഓഫ് ആൾക്കാരും ഇവിടെ ഉണ്ടാവും. ഒരു പ്രസ്ഥാനത്തിനും ഇത് മാറ്റി എഴുതാനൊന്നും പറ്റില്ല. കാരണം കർമ്മഫലമാണ് അതിന്റെ പുറകില്. ആ ജന്മത്തെ ഒരു ജന്മം എങ്ങനെ ജീവിക്കണം എന്ന് തീരുമാനിക്കുന്നത് കർമ്മഫലമാണ്. അപ്പോ പുണ്യം കൂടിയാൽ ദേവജന്മം ലഭിക്കും, അതായത് മാക്സിമം സുഖം അനുഭവിക്കുന്ന ദേവലോകം എന്ന സങ്കല്പത്തിലുള്ള ജന്മം. പാപം കൂടിയാലോ അതുപോലെ താഴ്ന്ന ജന്മം മനുഷ്യന് താഴെയുള്ള മരമായിട്ടോ മൃഗമായിട്ടോ മറ്റു ജന്മങ്ങളായിട്ടോ ഒക്കെ വരാം. അപ്പോ ആരെയും ബാലൻസ് ചെയ്യേണ്ട, അതായത് നമ്മള് ആരെയും നമ്മളുമായിട്ട് കമ്പയർ ചെയ്യണ്ട, ഒരാളെയും കമ്പയർ ചെയ്യേണ്ട കാര്യമില്ല. അവനവൻ്റേത് അവനവൻ സമ്പാദിച്ചത് തന്നെയാണ്, വേറെ ആരും അതിനകത്ത് കുറ്റം പറയേണ്ട കാര്യമില്ല. ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ ജീവിതത്തിലെ ഇന്ന കാര്യത്തിന് എനിക്ക് ഇന്ന സംഭവം കിട്ടാതെ പോയത് ഇന്ന ആളുടെ കുഴപ്പം കൊണ്ടാണ്, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ആയേനെ, ഞാൻ ഇങ്ങനെ ആയേനെ, ഒന്നും നടക്കില്ല. വെറുതെ എന്തിനാ മറ്റുള്ളവരെ ബ്ലെയിം ചെയ്യുന്നേ? ആരെയും ബ്ലെയിം ചെയ്യണ്ട. എൻ്റെ അച്ഛനും അമ്മയും എന്നെ അങ്ങനെ പഠിപ്പിച്ചിരുന്നെങ്കിൽ ഞാൻ അങ്ങനെ ആയേനെ ഒരു കൂട്ടര്. പിന്നെ ഒരു കൂട്ടര് എന്താ, എൻ്റെ മക്കള് ഞാൻ അവനെ അന്ന് അത്രയും സ്ട്രിക്റ്റ് ആയിട്ട് ഞാൻ അവനെ വളർത്തിയിരുന്നെങ്കിൽ ഇന്ന് ഇവന് കോപ്രായ കാണിക്കത്തില്ലായിരുന്നു. ഇന്ന് ഇവൻ തിരിഞ്ഞു നോക്കാതിരിക്കുന്നത് അതുകൊണ്ടല്ലേ, അവനെ നല്ല രീതിയിൽ ഞാൻ വളർത്താഞ്ഞിട്ടല്ലേ, ഞാൻ വളർത്തിയിരുന്നെങ്കിൽ എന്നെ നോക്കിയാൽ. ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ നമ്മൾ ചുമ്മാ പറയും, ഒന്നും സംഭവിക്കില്ല. നമ്മൾ ധർമ്മപരമായിട്ട് ജീവിക്കുക, ധർമ്മപരമായിട്ടുള്ള ഉപദേശങ്ങൾ കൊടുക്കുക എന്നതിൽ കവിഞ്ഞ് ഒന്നും പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല. കാരണം നമ്മുടെ ജീവിതം സമ്പാദിച്ചത് നമ്മൾ തന്നെയാണ്, അവനവൻ തന്നെയാണ്. പിന്നെ ചെയ്യാവുന്ന പരമാവധി കാര്യം എന്താ? ഈ ജന്മത്തില് നല്ല സമ്പാദ്യം ഉണ്ടാക്കി വെക്കുക. കള്ളപ്പണമൊന്നുമല്ല, നല്ല സമ്പാദ്യം, നല്ല ധർമ്മപ്രവർത്തികൾ ചെയ്യുക, ഈശ്വര സേവ ചെയ്യുക, മറ്റുള്ള മനുഷ്യരെ സേവിക്കുക. എല്ലാം ഈശ്വരന്റെ സൃഷ്ടിയാണെന്നറിഞ്ഞ് ആരാണോ ദുഃഖിക്കുന്നത് അവരെ സഹായിക്കുക, വേദനിക്കുന്നവരെ സഹായിക്കുക, എല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറുക. ഇങ്ങനെയൊക്കെ ചെയ്ത് നമ്മുടെ പുണ്യം നമ്മൾ മാക്സിമം സമ്പാദിക്കണം. അപ്പോൾ ഇനിയൊരു ജന്മം ഉണ്ടെങ്കിൽ നല്ല ജന്മമായിട്ട് അത് ലഭിക്കുന്നുള്ളത് നിയമമാണ്, പ്രകൃതിയുടെ നിയമമാണ്, ഈശ്വരന്റെ നിയമമാണ്. അതിനൊരു മാറ്റവും വരില്ല. അപ്പോ പഞ്ചഭൂതങ്ങളാണ് ഉപാദാന കാരണം. നേരത്തെ അറിയാലോ, ഉപാദാന കാരണമൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ. നിമിത്ത കാരണവും ഉപാദാന കാരണവും. ഇല്ലെങ്കിൽ പഴയ വീഡിയോയിലൊക്കെ പോയി കേൾക്കണേ. പഞ്ചഭൂതങ്ങള് ഉപാദാന കാരണം, കർമ്മഫലം നിമിത്ത കാരണം. ഇത് ഉപാദാനവും നിമിത്തവും നന്നായിട്ട് ഓർക്കണം, പഴയത്. പഞ്ചഭൂതങ്ങൾ ഉപാദാന കാരണം, കർമ്മഫലം നിമിത്ത കാരണം. ഇനി 4മതായിട്ട് എന്താ പറയുന്നത്? അതുകൂടെ നമുക്ക് നോക്കാം. ഈ ശരീരത്തിന്റെ തന്മ, ഈ ശരീരത്തിന്റെ നേച്ചർ, ഈ ശരീരത്തിന്റെ നേച്ചർ എന്താണ്? ഇതിന്റെ തന്മ എന്താണ്? ഇതെന്തിനാണ് അറിയണേ? ഈ സ്വരൂപം നമുക്ക് മാറ്റാൻ പറ്റില്ല. ഒരു സ്വരൂപം നമുക്ക് കിട്ടിയിട്ടുണ്ട്, അത് നമുക്ക് മാറ്റാൻ പറ്റില്ല. അതുകൊണ്ട് അത് അറിയണം. സ്വരൂപം എന്താണ് എന്നറിയണം. എന്താ വെച്ചാൽ അത് എന്താണെന്ന് അറിഞ്ഞാൽ പിന്നെ അത് മാറ്റാൻ പറ്റില്ല എന്നുള്ള ഉറപ്പാകുമ്പോൾ പിന്നെ അതിനെ അക്സെപ്റ്റ് ചെയ്യണം. അതിനെ അക്സെപ്റ്റ് ചെയ്യുകയാണ് ബുദ്ധിപരമായിട്ടുള്ള കാര്യം. എന്താണ് ഈ തന്മ എന്ന് പറയണേ? 6 വികാരങ്ങൾ. വികാരം എന്ന് പറഞ്ഞാൽ തത്വബോധത്തിലും അതേമാതിരി വേദാന്തത്തിലും വികാരം എന്ന് പറഞ്ഞാൽ മാറ്റം എന്നാണ് അർത്ഥം. അല്ലാണ്ട് നമ്മൾ വിചാരിക്കുന്ന വികാരമല്ല, മനസ്സിന്റെ നിലകളല്ല. ഇവിടെ വികാരം എന്ന് പറഞ്ഞാൽ മാറ്റം, മാറിക്കൊണ്ടിരിക്കുന്നതിനാണ് ട്രാൻസ്ഫോർമേഷൻ, മാറിക്കൊണ്ടിരിക്കുന്നതിനാണ് വികാരം എന്ന് പറയുക. അപ്പം 6 തരം ഷഡ്വികാരവത്ത് എന്ന് പറഞ്ഞാൽ ഇവിടെ ഇല്ലേ, അസ്ഥി, ജായത്തെ, വർത്തത്തെ, വിപരിണമത്തെ, അപക്ഷീയത്തെ, വിനശ്യതി ഇതി ഷഡ്വികാരവത്ത് ഏതത് സ്ഥൂല ശരീരം എന്ന് പറയുന്നത്. അതാണ് ഇപ്പൊ നമ്മൾ നോക്കണ്ടേ. ഷഡ്വികാരങ്ങൾ എന്താണ്? 6 തരം മാറ്റങ്ങളാണ്. 6 തരത്തില് മാറ്റങ്ങൾ നമുക്ക് കാണാം. വികാരവത് ആണ്, 6 തരത്തിൽ മാറ്റങ്ങൾ ഉള്ളതാണ് ഈ ശരീരം. അസ്ഥി എന്താണ്? ഗർഭവാസം, ഉണ്ടാകുന്ന അവസ്ഥ. ഗർഭത്തില് അസ്ഥി അവിടെ ഉണ്ടായി,
അമ്മയുടെ വയറ്റിലിരിക്കൽ, ആ ബീജമായിട്ട് അവിടെ അമ്മയുടെ വയറ്റിലിരിക്കൽ, ഗർഭാവസ്ഥയിലിരിക്കൽ, അത് അസ്ഥി. ജായത്തെ പിറന്നു, ജായത്തെ പിറന്നു. വർദ്ധത്തെ വളരുന്നു, വർദ്ധത്തെ വളരുന്നു. പിന്നെയോ വിപരിണമത്തെ. എന്താണത് വിപരിണമത്തെ? മാറ്റം ഇല്ലാതിരിക്കും അല്ലേ? ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ പിന്നെ മാറില്ല, വളർച്ചയില്ലാതെ സ്റ്റഡി ആയിട്ടിരിക്കും, പിന്നെ അങ്ങ് വളരില്ല, ചുമ്മാ അങ്ങ് വളർന്നുകൊണ്ടിരിക്കും. 100 വയസ്സ് വരെ നമ്മൾ 80 വയസ്സ് വരെ ഇങ്ങനെ വളർന്നുകൊണ്ടേയിരിക്കുകയാണ്. അല്ലല്ലോ, ഒരു സ്ഥലം ഒരു പർട്ടിക്കുലർ സ്റ്റേജ് വന്നാൽ പിന്നെ അവിടെ നിൽക്കും, പിന്നെ വളർച്ചയില്ല. വിപരിണമത്തെ. പിന്നെയോ അപക്ഷീയത്തെ. അടുത്തത് തേയ്മാനം തുടങ്ങും. മുട്ടിന് തേയ്മാനം, നട്ടെല്ലിന് തേയ്മാനം, ശരീരത്തിന് ബലം കുറഞ്ഞു, കൈയൊക്കെ ശോഷിച്ചു, മുടിയൊക്കെ നരച്ചു, ജരാനരകൾ ബാധിച്ചു. അപക്ഷീയത, കണ്ണ് കാണാൻ മേലാണ്ടായി, ചെവി കേൾക്കാൻ മേലാണ്ടായി, പല്ലു കൊഴിഞ്ഞു പോയി, ഒന്നിനും വയ്യ, മൊത്തത്തില് പോയി. എവിടെ പോയി? ഈ ശരീരം. അതിന്റെ സ്റ്റേജാണത്, 5ാമത്തെ സ്റ്റേജ്. 6ാമത്തത് എന്താണ്? വിനശ്യതി, മരണം. തീർന്നു, കംപ്ലീറ്റ്. ഇവിടെ നിന്ന് നമ്മുടെ അകത്തുനിന്ന് ഒരാൾ പുറത്തേക്ക് പോയി, ഈ ശരീരത്തിൽ നിന്ന് സ്ഥൂല ശരീരം വിട്ട് സ്ഥലം വിട്ടു, ഷർട്ട് ഊരി ഇടുന്ന പോലെ ഇട്ടിട്ട് അങ്ങോട്ട് പോയി. അപ്പോ അസ്ഥി ജായത്തെ, വർദ്ധത്തെ, വിപരിണമത്തെ, അപക്ഷീയത്തെ, വിനശ്യതി. ഇതി ഷഡ്വികാരവത് ഏതത് സ്ഥൂല ശരീരം. ഇത് ഈശ്വരന്മാര് മനുഷ്യ അവതാരമെടുക്കുമ്പോൾ പോലും ബാധകമായിട്ടുള്ള കാര്യമാണ്. ശ്രീരാമവതാരം, ശ്രീകൃഷ്ണാവതാരം, എല്ലാത്തിനും ഏത് അവതാരം നോക്കിയാലും ശരീരം, സ്ഥൂല ശരീരമെടുത്ത അവതാരത്തിലെല്ലാം സ്ഥൂല ശരീരത്തിന്റെ ഈ നിയമം ബാധകമാണ്. അതാണ് ഈശ്വര നിയമം. ഈശ്വര നിയമം ഈശ്വരൻ തന്നെ ഭൂമിയിൽ അവതരിക്കുമ്പോഴും ആ നിയമത്തിന് അനുസരിച്ചാണ് പ്രവർത്തനങ്ങൾ ചെയ്യുന്നത്. ശരീരവും പ്രകൃതിയും എല്ലാം അതനുസരിച്ച് പ്രവർത്തിക്കുന്നു. അപ്പോ സ്ഥൂല ശരീരത്തെ കുറിച്ചാണ് പറയുന്നത്. ഇവിടെ ഒരു കാര്യം പ്രത്യേകം ഓർക്കേണ്ടത്, ഈ മരണം എന്ന് പറയുന്നത് ഒരു ഫുൾ സ്റ്റോപ്പ് അല്ല. സ്ഥൂല ശരീരം തീർന്നു എന്നേ ഉള്ളൂ, ഫുൾ സ്റ്റോപ്പ് അല്ല. കാരണം എന്താ? സ്ഥൂല ശരീരമേ തീർന്നിട്ടുള്ളൂ, മനസ്സ് തീർന്നിട്ടില്ല. മനസ്സ് സ്ഥൂല ശരീരമല്ല, അത് തീർന്നിട്ടില്ല, നശിച്ചിട്ടില്ല. സ്ഥൂല ശരീരം മാത്രമാണ് മരണത്തിൽ നശിക്കുന്നത്. സ്ഥൂല ശരീരം മാത്രമാണ് മരണത്തിൽ നശിക്കുന്നത്. അപ്പോ അടുത്ത ചോദ്യം വരുന്നു, സൂക്ഷ്മ ശരീരം കിം? സൂക്ഷ്മ ശരീരം എന്നാൽ എന്ത്? സ്ഥൂല സൂക്ഷ്മ ഇല്ലേ? അങ്ങനെ ഇപ്പൊ നമ്മൾ അതിനകത്ത് പഠിക്കാൻ തുടങ്ങി. എന്താ അതിനകത്ത് പഠിക്കാൻ തുടങ്ങിയത്? സ്ഥൂല സൂക്ഷ്മ കാരണ ശരീരാത് വ്യതിരിക്ത ആത്മാകഹ എന്നുള്ളപ്പോ തുടങ്ങിയതാണ്. സ്ഥൂല സൂക്ഷ്മ കാരണ ശരീരാത് വ്യതിരിക്ത എന്ന് തുടങ്ങിയതാണ് അവിടെ. അതില് സ്ഥൂലമാണ് ഇപ്പൊ കഴിഞ്ഞത്. അടുത്ത ദിവസം സൂക്ഷ്മ ശരീരം കിം എന്നുള്ള ചോദ്യത്തോട് കൂടിയിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഇനിയുള്ള ഭാഗങ്ങളും ഇതുപോലെ വ്യക്തമായിട്ട് മനസ്സിലാക്കുവാനായിട്ട് ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരുടെ പാദങ്ങളിലും നമസ്കാരം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം തത്സത്. ബ്രഹ്മാർപ്പണമസ്തു. അപ്പോ അവനവന്റെ ശരീരം, അവനവന്റെ അസുഖങ്ങൾ, ഇതിന് ആരെയും പഴിക്കണ്ട. അവനവൻ കൊണ്ടുവന്നിരിക്കുന്നത് തന്നെയാണ് ഇത്. ഓം ശ്രീ സായിരാം. സായിരാം. സായിരാം സാർ. സായിരാം സാർ. സായിരാം സാർ. സായിരാം. സായിരാം സാർ. സായിരാം സായിരാം.